ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്നൊരു അയ്യോ വാച്ച് എടുത്തില്ല. ഓക്കെ, നമ്മൾ ഇന്നൊരു പറഞ്ഞാൽ വാച്ച് കൈകിട്ട് ഓക്കെ കയ്യിലൊരു ജെട്ടിയില്ലാത്ത ഫീൽ വാച്ച് എടുത്തില്ല, അതാണ്. അപ്പം നമ്മൾ ഇന്നൊരു കുട്ടനാട് യാത്ര പോകണം സുഹൃത്തുക്കളെ. കുട്ടനാട്ടിലേക്ക് പോകണം. കുട്ടനാടും എനിക്കുമായിട്ട് എന്താ ബന്ധം വെച്ച് എൻ്റെ പണ്ടത്തെ വീഡിയോ കാണുന്നവർക്കാണെന്നറിയാം. എൻ്റെ പെങ്ങളെ കല്യാണം കഴിപ്പിച്ച് അയച്ചിരിക്കുന്നത് കുട്ടനാട്ടിലേക്കാണ്. സോ ഇന്ന് അവിടെ നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ട്. നമ്മളിപ്പോൾ നേരെ ഫംഗ്ഷൻ 10 മണിക്കായിരുന്നു ആസ് യൂഷ്വൽ. ഞാൻ 10 മണി കഴിഞ്ഞപ്പോൾ ഇറങ്ങുന്ന അച്ഛനുണ്ട്, ഞാനുണ്ട്. അപ്പം നമ്മളിന്ന് നേരെ പോവുകയാണ് കുട്ടനാട്ടേക്ക്. ഇപ്പോൾ കുട്ടനാട് പോകണം, വേറെ ലെവല് ഫീലാണ്. മൊത്തം സൈഡ് മൊത്തം പച്ചപ്പും ഹരിതാവൊക്കെ ആയിരിക്കും. സോ സമയങ്ങളെയല്ല, നമുക്ക് നേരെ ഇറങ്ങി നേരെ പോകണമെങ്കിൽ ബാക്കി കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. സോ ലെറ്റ്സ് ഗോ ഫോർ കുട്ടനാട്. ഗായ്സ്, ഇതൊരു പരീക്ഷണമാണ്. എങ്ങനെയുണ്ട് എന്താ പറയുക, ജസ്റ്റ് ഒരു പരീക്ഷണം നടത്തി നോക്കുവാണ്. ഞാൻ ഫോൺ ഹോൾഡർ വെച്ചിട്ടൊന്ന് റെക്കോർഡ് ചെയ്ത് നോക്കുക എങ്ങനെയുണ്ട് എന്താണെന്ന് അറിയാണ്ട്. നല്ല കിടിലൻ വിഷയമല്ലേ. അയ്യോ, മൈക്കിനകത്ത് കിട്ടുന്നുണ്ടോ എന്തോ. ഇതൊരു ടെസ്റ്റാണ്. മൈക്കിനകത്ത് കിട്ടുന്നുണ്ടോ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി ഒരു ടെസ്റ്റ് നടത്തി നോക്കുകയാണ്. ഇത് ഓക്കെ ആണെങ്കിൽ വ്ളോഗിനകത്ത് വരും, കണ്ടിന്യൂസ് എടുക്കുക, പോണ വഴിക്കൊക്കെ മൊത്തം എടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ഇത് ഞാൻ അവിടുന്ന് ലെഫ്റ്റ് എടുക്കുമ്പോഴത്തേക്കും കട്ട് ചെയ്ത് കളയാന്നുള്ള പ്ലാനാണ്. എന്തായാലും ഞാൻ ഈ ഒരു ലെഫ്റ്റ് പള്ളി തന്നെ ഈ ലെഫ്റ്റ് ഇതാണെന്ന് തോന്നുന്നത്. ഞാൻ ഈ പള്ളിയുടെ കുരിശടി കണ്ടുള്ളതാണ്. ആ ഒരു ഇതാണ് ഞാൻ പോകുന്നത്. ഓ എൻ്റെ അമ്മ, മൊത്തം കുണ്ടും കുഴിയുള്ള റോഡാണല്ലോ. സ്റ്റെബിലൈസേഷൻ കിട്ടുമെന്തോ. സ്റ്റെബിലൈസേഷൻ ഉണ്ടായാൽ മതി. ഉണ്ടെങ്കിൽ ഇതൊക്കെ കിടിലം വിസിലായിരിക്കും. ഉണ്ടോ എല്ലാ ബ്യൂട്ടി വന്നിരിക്കും. എന്നാണ് എനിക്ക് ഇവിടെ പോരാനുള്ള ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. നല്ല കിടിലൻ പോക്കാണ് ഇതിനമ്പടി. പക്ഷെ ഇതിപ്പോൾ എന്താ പറയുക, നെല്ലൊന്നും ഇട്ടിട്ടില്ല. നെല്ലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ 2 തന്നെ ഫുള്ള് പച്ചപ്പ്, ഒരു രക്ഷയും കാണില്ല. പച്ച പുതപ്പ് ഒഴിച്ച മാതിരി ഇരിക്കും. ഞാനെന്തായാലും ഇത് ഇപ്പോൾ എടുത്ത് വിസിൽ എങ്ങനെയാണെന്ന് നോക്കട്ടെ. ആ ഷാപ്പ് കൊണ്ട് എനിക്ക് പഠിക്കുന്നുണ്ട്. അവിടെ ഒരു ഷാപ്പ് കാണുന്നുണ്ട്, അതെനിക്ക് പഠിക്കുന്നുണ്ട്. അത് വെച്ച് അടയാളം ചെയ്യാൻ വന്നത്. കൊള്ളാം. ഫോൺ ഹോൾഡർ വെച്ചെടുക്കുക. ഈ റൂട്ട് പോകുന്നത് എടുക്കാൻ നൈസാണ്. വയലൊരു ഷാപ്പ് കണ്ടോ, ഈ സൈഡിൽ ഷാപ്പ് കണ്ടോ. ഈ ഷാപ്പിൽ പണ്ട് ഞാനും അളിയനും പെങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അതൊക്കെയാണ് ഈ ഷാപ്പ് എന്താ പഠിക്കുന്നത്. അത് ആ അടയാളം ചെയ്യാൻ വന്നത്. ഏത് നൈസല്ലേ. ഓക്കെ, അത് ഇത്രയല്ല. ഞാൻ ഇനിയിപ്പോൾ ബാക്കി നല്ല റൂട്ട് വരുമ്പോഴത്തേക്കും വരാം. ഇതിപ്പോൾ എന്തൊരു സക്സസ് ആണ്. ഓക്കെ, അടുത്തൊരു വിഷ്വൽ ബ്യൂട്ടി വന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഞാൻ പറഞ്ഞ കൊയ്ത്ത് നടന്നിട്ടില്ല. കണ്ട ആ സൈഡിൽ കണ്ട, ഈ സൈഡൊക്കെ ഫുള്ളിന് നെല്ലിടാനുള്ള സ്ഥലങ്ങളാണ്. നെല്ലിട്ട് കഴിയുമ്പോഴത്തേക്ക് ഇരുമ്പ് വേണം. എന്നെ പുളിയായിരിക്കും തരിക, ഫുൾ പച്ചപ്പ്. നിങ്ങൾക്ക് ഇതൊക്കെയാണ് ചില റീലിലൊക്കെ കാണുന്നതൊക്കെ ഇല്ലേ, അതൊക്കെ ഈ റൂട്ട്. 2 സൈഡും പച്ചപ്പ് വന്നിട്ട് നടുക്കൂടെ KSRTC പോകുന്നതൊക്കെ ഇല്ലേ, അതൊക്കെ ഈ ഒരു റൂട്ടാണ്. ഡ്രോൺ ഉണ്ടെങ്കിൽ ഡ്രോണെ കൂടെ കടിച്ചിരുന്നു. പക്ഷേ ഡ്രോൺ ഇപ്പോൾ നമുക്കില്ല, നിർവാഹമില്ല. ആരെങ്കിലും വാങ്ങിച്ചു തരുമോ? നല്ല മനസ്സുകളുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഡ്രോൺ വാങ്ങിച്ചു തരുന്നത് നല്ലതായിരിക്കും. പിന്നെ എനിക്ക് ഡ്രോണിൻ്റെ പറഞ്ഞ ഡ്രോൺ പൈലറ്റിൻ്റെ വെച്ച് പഠിപ്പിക്കുന്ന സ്ഥലമില്ലേ, അത് കൊച്ചിയിലെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് പറയാം. ഞാനത് പഠിക്കാൻ എനിക്ക് കുറച്ച് ആഗ്രഹമുണ്ട്. നിങ്ങൾ ഈ വഴി എങ്ങനെയുണ്ട് എന്ന് വെച്ചാൽ മഴക്കാർ വന്നു നിന്നപ്പോഴത്തേക്കും കുറച്ചുകൂടെ നൈസായിരുന്നു. മൊത്തം റോഡൊരു ഗുമ്മില്ല. സ്റ്റെബിലൈസേഷൻ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വാട്ട് എ ബ്യൂട്ടി. ഇവിടെയൊക്കെ ഇപ്പോൾ എനിക്കൊന്ന് നെല്ലിടാൻ വേണ്ടിയിട്ട് എൻ്റെ ഉഴുതിട്ടിരിക്കുകയെന്ന് തോന്നുന്നു. അതാണ് ഈ കൊക്കൊക്കെ നിൽക്കുന്നത്. അതിനാ നെല്ലിടാൻ വേണ്ടി ഇങ്ങനെ ഉഴുതിട്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നൈസാണ്. പക്ഷേ ഇത് ഇപ്പോഴും ഞാൻ പറയുന്നു, പാടത്ത് നെല്ലിട്ട് കഴിയുമ്പോഴത്തേക്കും കുറച്ചൊരു ഭംഗിയായിരിക്കും. ഇതെങ്ങനെയുണ്ട് ഈ വ്ളോഗിങ്? എനിക്ക് ഇഷ്ടപ്പെട്ടോ? ഇങ്ങനെ ഞാൻ ഈ ഫോണിനകത്ത് വെച്ചിരിക്കുന്നത്. നല്ല റൂട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് ഇതിവിടെ എടുക്കുന്നത് നൈസായിരിക്കും അല്ലേ? കമൻറ്റ് യുവർ ഒപ്പീനിയൻ ഗൈസ്. നിങ്ങളുടെ ഒപ്പീനിയൻ കമൻറ്റ് നോക്കി പറയും. ഇത്തിരി കിടന്ന റൂട്ട് വന്നിട്ടുണ്ട്. 2 സൈഡും ഇത് ഇപ്പുറത്തൊക്കെ ഇപ്പം ഞാൻ ഇതും മറ്റേ എന്താ നെല്ലിടാൻ വേണ്ടി വെള്ളം കയറ്റി വെച്ചിരിക്കുന്നതാണ്. ഇതൊക്കെ നെല്ലിട്ട് വളർന്നു കഴിയുമ്പോഴത്തേക്കാണ് ഇവിടെ എൻ്റെ മട പൊട്ടിയിട്ടൊക്കെ വെള്ളം കയറിയിട്ട് അങ്ങനെയൊക്കെ കൊയ്ത്ത് വെച്ചിട്ട് പോകണൊക്കെ. ഇവിടെയൊക്കെ ചില സ്ഥലത്തൊക്കെ ഒരു മട പോലെ ഉണ്ടാവും, ഒരു വെള്ളം കയറ്റാൻ നടക്കാനൊരു സംവിധാനം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് മറ്റേ വെള്ളം ഇതൊക്കെ പൊട്ടി കവിഞ്ഞ് വരുമ്പോഴത്തേക്കാണ് എന്താ പറയുക ഇതുണ്ടാകുന്ന മട വീഴെന്ന് പറയുമ്പോൾ. ഇതൊരു വീടാണോ അതോ റെസ്റ്റോറൻറ്റോ ചായക്കടയോ വല്ലതും ആണോ? കുറേ നല്ല വീടുണ്ട്, പക്ഷേ ഇതിപ്പോൾ ഒന്നും പ്രവർത്തനം കാണുന്നത് കണ്ടാ. ഇങ്ങനെയാണ് മിക്കടുത്ത് ഇപ്പോൾ വീഡിയോ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ പൊക്കി കെട്ടിയിട്ട് ഇതൊക്കെ വീഡിയോ വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ട ഒരു പൈല് ഇത് പൊക്കി കെട്ടിയിട്ട്. ഇത് റെസ്റ്റോറൻറ്റ് എന്തരാണെന്തോ, വീടാണോ റെസ്റ്റോറൻറ്റ് എന്താണോ എനിക്കില്ല. അറിയാവുന്നവരാരെങ്കിലും, ഈ റൂട്ട് അറിയാവുന്നവരാരെങ്കിലും കൊണ്ട് പറയണേ. വീടാണെന്ന് തോന്നുന്നു. അകത്ത് ഹാങ്ങറെ കിടക്കുന്നുണ്ട്. ഏതൊരു റൂട്ടൊക്കെ ഞാൻ പോകുന്നുണ്ട്. അതോ കറക്റ്റായിരിക്കും എന്താണെന്നൊരു കാര്യത്തിൽ ഏറ്റവും വരെ അറിയാം. ഇവിടുന്ന് സ്ട്രെയിറ്റ് ആയിരുന്നോ ലെഫ്റ്റ് ആയിരുന്നോ എന്ന് ചെറിയ ഡൗട്ടുണ്ട്. ഇവിടെ എവിടെയോ ലെഫ്റ്റ് ഒക്കെ ഉണ്ട്. വേറെ ചായക്കട അവിടെ നിന്ന് ലെഫ്റ്റ്. ഐ തിങ്ക് യെസ് ദിസ് ലെഫ്റ്റ്.
ഈ ലെഫ്റ്റ് എടുക്കായിരിക്കും തോന്നുന്നു. വഴിതെറ്റി നൈസായിട്ട് വഴിതെറ്റി. നമ്മൾ ഈ റൂട്ട് അല്ലായിരുന്നു. അതിക്കൊന്നും നമ്മളിപ്പോൾ ഒരു ചായക്കടയിൽ ഇങ്ങോട്ട് കയറിയില്ലേ, അവിടുന്ന് സ്ട്രൈറ്റ് പോകണമായിരിക്കും തോന്നുന്നു. എനിക്ക് ഈ ഒരു റൂട്ടല്ല, എനിക്കൊരു ഇതുണ്ട്, ഒരു പാലം കയറണമായിരുന്നു. ആക്ച്വലി ഈ ഇങ്ങനത്തെ ഇത് നിങ്ങളിങ്ങനെ ചെയ്യുന്ന ഇഷ്ടപ്പെട്ട പറയണേ. ഞാനിത് വലിയ കട്ടിങ് ഒന്നുമില്ല, ഒരു പരീക്ഷണമാണ്. നമ്മളപ്പം ആ റൂട്ടല്ല, നമ്മൾ ആദ്യമേ പോയ റൂട്ട് തന്നെയാണ്. നമ്മൾ ഒരു ലെഫ്റ്റ് എടുത്ത വഴിയില്ലേ, ആ ലെഫ്റ്റ് എടുത്ത വഴിക്ക് നിന്ന് നമ്മൾ നേരെ പോകണമായിരുന്നു. അപ്പോൾ അടുത്ത് ഏതോ ഒരു പാലമുണ്ട്. അതാണ് ഞാൻ ആലോചിച്ചത്, ഒരു പാലം ഉണ്ടല്ലോ കയറാനെന്ന് പറഞ്ഞിങ്ങനെ നിന്നോണ്ടിരുന്നത്. ആ പാലം കയറാനുണ്ടായിരുന്നു. ആ പാലം കയറിയിട്ടാണ് നമുക്ക് പോകാനായിട്ട്. ഏതൊരു ബാങ്കൊക്കെ ഉണ്ട്, ആക്സിസ് ബാങ്കോ ഇസാഫിൻ്റെ ബാങ്ക് എന്നും ഉണ്ട്. ആ ബാങ്കിൻ്റെ എല്ലാം ഞങ്ങൾക്ക് പോകാം. ഇപ്പോഴെനിക്ക് ഓർമ്മ വന്നു. കുപ്പമ്പൂറുണ്ട് ഓട്. അത് തന്നെ, ഇതാണെന്ന് തോന്നുന്നു. ഇതെങ്കിലും ആയിരിക്കട്ടെ ഈശ്വര, ഇതാണെന്ന് തോന്നുന്നു. ഈ റൂട്ടാന്ന് തോന്നുന്നു. ഓപ്പോസിറ്റ് വണ്ടിയൊക്കെ ഒന്നുമില്ല. ഐ തിങ്ക് ദിസ് ഈസ് ഇറ്റ്. മഴക്കാറ് വെച്ച് വരുന്നുണ്ട്, എന്താണെന്ന് അറിഞ്ഞൂടാ. അവിടെ പാല് കാച്ചലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് വലിയ കാര്യമൊന്നുമില്ല. എന്താണ് ഇത്, റൂട്ട് തന്നെയാണോ എന്തോ? പമ്പാ നദി, അത് തന്നെ. പമ്പാ നദി. ഇതൊരു പാലം, ഇവിടെ ഒരു പാലമുണ്ട്, ഒരു മുട്ടക്കാട്ടം പാലമുണ്ട്. ഈ പാലത്തിലാണ് ഇവിടെ ഈ സൈഡിലുള്ള ആൾക്കാരൊക്കെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യണത്. യെസ്, ദിസ് ഈസ് ഇറ്റ്. യെസ്, ദിസ് ഈസ് ദ പാലം. ഈ പാലം ഇറങ്ങി ഫസ്റ്റ് ലെഫ്റ്റ് ആണ്. യെസ്, മിഷൻ സക്സസ്. നമുക്ക് ചെറുതായിട്ടെങ്കിൽ വഴി നമ്മൾ ഇപ്പോൾ കറക്റ്റ് വഴി വന്നിട്ടുണ്ട്. പാലം കണ്ട്. ഈ പാലത്തിൽ വെള്ളം പൊങ്ങണ സമയമാകുമ്പോഴത്തേക്ക് എല്ലാവരും കൊണ്ടുവന്ന് വണ്ടിയൊക്കെ ഇവിടെ പാർക്ക് ചെയ്തു. ഇവിടെ ഈ പാലത്തിനടിയിലേക്ക് കിടക്കാൻ പറ്റിയ വേറൊരു വള്ളങ്ങളിലേക്ക് നടക്കൂല. കുറേ ഡ്രോൺ മിഷനൊക്കെ ഉണ്ട്. ഒരു പാലത്തിനടിയിൽ കൂടെ പോകുന്ന ഡ്രോൺ മിഷനൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇതിലെ വഴിയാണ്. കണ്ട ഈ കടയുടെ സൈഡിലുള്ള വഴി കൂടെയാണ് അങ്ങോട്ടാണ്. ഈ കാറൊക്കെ ഈ ഇന്നോവയൊക്കെ പോവൂ എന്ന ഡൗട്ടുണ്ട്. ബാക്കിൽ കുറച്ച് തെണ്ടികളുണ്ടോ? എന്നാൽ ഉമർ ഒരു വിളിച്ചുവിടായിരുന്നോ തെണ്ടി? എന്ത് വീട്ടുണ്ടാക്കാനായിട്ട്? ബ്ലോക്ക് പോയല്ലോ. പോ വിട്ടുപിടി, പോ സിക്സറടി, പോ. ബാക്കിലൊരു വണ്ടി ഗ്യാപ്പ് തന്നൂറാ പന്നികളെ. ഇതെന്തൊരു കാണിക്കാണ് എന്താ? ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്തത്. ഇങ്ങനെ വന്നിട്ട് ചുമ്മാ നമുക്കും പോകാൻ പറ്റത്തില്ല, അവർക്കും പോകാൻ പറ്റത്തില്ല. മൊത്തത്തിൽ കൊണ്ടുണ്ടാക്കിയായിരുന്നു. ഒരു ചെറിയൊരു ഗ്യാപ്പൊന്നും ഞാൻ ഇതിന് കയറിപ്പോയേന് സമ്മതിക്കുമല്ലോ. ഒരു കുഞ്ഞിക്കാച്ചി ഗ്യാപ്പ് വന്നിട്ട് എനിക്ക് നമുക്കൊരു ചെറിയ ഗ്യാപ്പ് വന്നിട്ടത്. നമുക്കൊരു ഗ്യാപ്പ് വിട്ട് നമുക്ക് ചെറിയൊരു വഴി വന്നിട്ടുണ്ട്. അയ്യോ, പണ്ടിങ്ങനെ സത്യം പറയില്ല, പണ്ടിങ്ങനെ റോഡേ ഇല്ല, ഒന്നുമില്ല. നമ്മൾ പറഞ്ഞെങ്കിൽ ആലപ്പുഴ വന്നിട്ട് ആലപ്പുഴയിൽ നിന്ന് ബോട്ട് കയറി എന്താ പറയുക, ഇവിടെ ജെട്ടി വന്നിറങ്ങിയിട്ട് അവനങ്ങനെ വള്ളമായിട്ടൊക്കെ വരുമായിരുന്നു. ഇപ്പോഴാണ് ഇതിലൊക്കെ റോഡായത്. ഈ റോഡ് വീടുവരെ എത്തില്ല, അവിടെ സ്ഥലത്ത് കൊണ്ട് വണ്ടി വെച്ചിട്ട് പിന്നെയും കുറച്ച് നടക്കാനുണ്ട്. നമ്മളെങ്ങനെ നമ്മളുടെ ഡെസ്റ്റിനേഷൻ എത്തി ഗൈസ്. ഇതിൽ നമ്മളൊക്കെ വള്ളമൊക്കെ പോകണമെന്നെങ്കിലും കണ്ടില്ല. ആ വള്ളമൊക്കെ പോകണമെങ്കിൽ എന്തിനാണെന്നറിയാമോ? നമ്മുടെ ഹൗസ് ബോട്ട് വരത്തില്ല, ഹൗസ് ബോട്ട് വരുന്നവർക്ക് സൈഡ് സീക്കിന് കൊണ്ടുവന്ന വള്ളമൊക്കെ അങ്ങനെ പോകണം. ഞാൻ ഒരു പ്രാവശ്യം വരുമ്പോൾ സൈഡ് സീക്കിന് വന്നപ്പോഴത്തേക്ക് കണ്ടത് എങ്ങനെയാണ്. ഓക്കെ, ഇതാണ് കണ്ടാ നല്ല പച്ചപ്പ് ഹരിതാപ്. കുറച്ചിട്ട് മഴ പെയ്യുമ്പോഴത്തേക്ക് നൈസായിരിക്കും. ഇത് പാടം, ഇത് തോട്, അപ്പുറത്ത് പാടം, അങ്ങനെ വീട് കിടക്കുന്നത്. എന്തായാലും ഞാൻ അവിടെ എത്തിയിട്ട് വരട്ടെ. ബീച്ചിലെ 2 ഗ്രഹനാഥയും വേറെ ഉണ്ടല്ലോ അതിനെ പടി. വാങ്ങാണ് 3 നേഴ്സുമാർ ഒരു കുടുംബത്തിൽ. ഓഫ്, അവള് നേഴ്സല്ലേ? പിന്നെ അവള് പിന്നെ ഐറ്റിയാ? അപ്പം പിന്നെ അവള് എറണാകുളത്ത് നിന്ന് എന്തിനായിരുന്നു? ഏത് ബാങ്കിന് ലോണ് പോയി അപേക്ഷിക്കായിരുന്നു? അടുത്ത് പാറോ
നീ ഇപ്പം നേഴ്സല്ല വെറുതെ ഞാൻ കൊതിച്ചു ബ്ലോഗല്ലേ അത് ഞാൻ ചുമ്മാ റെക്കോർഡ് വെക്കാം. വന്ന് കുറച്ച് നേരം പിന്നെ ഫാമിലി ടൈമും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അവരുടെ സംസാരിച്ചൊക്കെ കണ്ടിരുന്ന് എല്ലാവരും കൂടി കൂടുന്ന പരിപാടിയല്ലേ. അപ്പോൾ അതിനൊക്കെ വന്നിരുന്ന് ഇപ്പം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു സംഭവമുണ്ട്. അതിന് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ പറയാം, ടൈം എടുക്കും, എന്നാലും ഞാൻ പറയും നിങ്ങൾക്ക് എന്താണ് നിങ്ങളിപ്പോൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ച കാര്യത്തിനുള്ള ഉത്തരം ഞാൻ പറയും. ഓക്കെ, ഇവിടെയൊക്കെ എല്ലാവരും നമ്മുടെ വീട്ടിലൊക്കെ അവിടെയൊക്കെ വെച്ചാൽ മൊത്തം രണ്ട് സൈഡും കാറും ബൈക്കും ഇതൊക്കെ ആണെങ്കിൽ ഇവിടെ എല്ലാ വീടിൻ്റെ ഫ്രണ്ടിലും ബോട്ടാണ്. അല്ല, ഈ വീടൊക്കെ പഴയ മോഡൽ വീടാണ്, പഴയ പണ്ടത്തെ വീടാണ്. ഇവിടെയൊക്കെ വെള്ളം കയറും, അതാണ് സൈഡിലൊക്കെ അങ്ങനെയൊക്കെ ഇരിക്കണതൊക്കെ. ഇവിടെയൊക്കെ വെള്ളം നിറഞ്ഞപ്പോഴത്തേക്ക് അവിടെ വെള്ളം കയറും. പക്ഷേ ഇപ്പം കണ്ട ഇതും അതുപോലെ തന്നെ ആ വരയൊക്കെ ഉണ്ട, ആ വരയൊക്കെ നിൽക്കുന്ന അവിടെ വരെ വെള്ളം കയറേണ്ടതാണ്. ഹായ്. പക്ഷേ ഇപ്പോഴത്തെ വീടൊക്കെ എന്ന് പറഞ്ഞാൽ പില്ലർ അടിച്ചിട്ട് ആ പില്ലറിൻ്റെ മേളിലാണ് വീട് വെച്ചിരിക്കുന്നത്. താഴത്ത് ഫുള്ള് പ്ലെയിനാക്കി ഇട്ടേക്കും. ഞാൻ അളിയൻ്റെ വീഡിയോ കാണിച്ച് തരാൻ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഞങ്ങളുടെ പോട്ടെ. ഞാനിപ്പോൾ അപ്പുറം വരെ പോയതാണ്, ജസ്റ്റ് ഒന്നുമില്ല, ചുമ്മാ അവരെ കൂട്ടുകാരന്മാരൊക്കെ ഉണ്ടായിരുന്നു, അനിയന്മാരൊക്കെ അമ്മമാരെ ഞങ്ങളുടെ ആക്കാൻ പോയതാണ്. ഞാൻ കുറച്ച് കഴിഞ്ഞ് ഞാൻ വീടിൻ്റെ ഇതൊക്കെയാണ് കാണിച്ചു തരാം. ദിസ് ഈസ് ദ ഹോം. ഇതാണ് വീട്. ഞാൻ നേരത്തെ പറഞ്ഞത് താഴത്ത് മറ്റേ ഇതിട്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ സ്പേസ് ഇട്ടിട്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ അതുപോലെ അത്. പക്ഷേ എനിക്ക് മനസ്സിലാത്ത കാര്യം ഇതാണ്, ഇതിലേ ഒരു സ്റ്റെപ്പ്, ഇതിലേ ഒരു സ്റ്റെപ്പ്. എന്തിനാണ് എന്തോ രണ്ട് സ്റ്റെപ്പൊക്കെ ചെരുപ്പ് ഇവിടെ ഇട്ട് പോകാം. രണ്ട് സ്റ്റെപ്പ് ഇതിൽ, അപ്പോൾ അടുക്കള വഴി ഒരു സ്റ്റെപ്പ്, വീടിൻ്റെ ഫ്രണ്ട് വഴി ഒരു സ്റ്റെപ്പ്. കയറി ചെല്ലുമ്പോൾ തന്നെ ഇവിടെ ഒരു ബാൽക്കണി, എവിടെ ഇങ്ങനെ ഇരിക്കാം, വഴിയെ നമ്മൾ ആൾക്കാരൊക്കെ നോക്കാം, ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാം, കാറ്റും കയറും, എല്ലാം കയറും. അകത്തേക്ക് ചെല്ലുമ്പോഴാണ് ഇവിടെ ഒരു മുറി, വാഷിംഗ് മെഷീൻ, ഫാനൊന്നും വെച്ചിട്ടില്ല. പിന്നെ ഇത് ഹോള്, ഡൈനിങ് ടേബിളിലാണ് സ്ഥലം. ഇവിടെ ഒരു മുറി, ബാക്കിൽ കിടന്ന പാടമാണ്, നെല്ല് വിതക്കാൻ വേണ്ടി വെള്ളം കയറ്റിട്ടിരിക്കുന്ന പാടം അതങ്ങനെ. പിന്നെ ഇവിടെ വരുമ്പോഴത്തേക്കും കോമൺ ബാത്റൂമാണ് വരുന്നത്. ഇതിങ്ങനെ കോമൺ ബാത്റൂം. ഇവിടെ വേറൊരു മുറി. കൊണ്ടാലും ഇവിടെ ആപ്പിളൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നത്. ആപ്പിൾ എടുക്കാവോ എന്തോ അറിഞ്ഞൂടാ, കുറച്ചും വരുമ്പോൾ നോക്കാം. ആപ്പിൾ അവിടെ ഇരിപ്പുണ്ടെങ്കിൽ നമുക്ക് എടുക്കുന്നതാണ്. ഇവിടെ ഇങ്ങനെ ഒരു മുറി. പിന്നെ ഇവിടെ ഒരു അടുക്കള, അവിടെ ഒരു വർക്ക് ഏരിയ. ഹായ് മാർക്കുട് മിസ്ത്രി. ഇരുമണി നോക്കണ്ട, അരിമണി വന്ന് ഇരുമണി ഇറങ്ങാം. കണ്ടാ എന്തായാലും എന്തോ രണ്ട് സ്റ്റെപ്പൊക്കെ ഏതായാലും കൊള്ളാൻ വെറൈറ്റി ആയിട്ടുണ്ട്. ഇതാണ് അപ്പോൾ ഓവറോൾ വീടിൻ്റെ ഇത്. വീട് കണ്ട താഴത്തുനിന്ന് പൊക്കത്തുനിന്ന് പില്ലർ കണ്ടിട്ട് അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. വെച്ചാൽ താഴത്ത് വെള്ളം കയറും, ഇതാകുമ്പോൾ വെള്ളം കയറത്തില്ല, സെറ്റാണ്. ഉണ്ടാ ഇവിടെയൊക്കെ മൊത്തം വെള്ളം കയറും, ഇവിടം വരെ വെള്ളം ഉണ്ടാവും. സോ അവിടെ പാടത്ത് കൊയ്യാൻ വേണ്ടി വെള്ളം കയറിയിട്ടിരിക്കുന്നു. ഇവിടെ ഇങ്ങനെ അപ്പോൾ ഇങ്ങനെ വെള്ളം കയറത്തില്ല. കണ്ട ഈ സ്പേസ് മൊത്തം ഫ്രീ ആയിട്ട് കിടക്കണം. വണ്ടി കാര്യങ്ങളൊക്കെ വെക്കണമെങ്കിൽ വെക്കാം, വണ്ടി വെക്കത്തില്ല ആരും, പക്ഷെ ഇവിടെ ഇങ്ങനെ ഫ്രീ ആയിട്ട് കിടക്കും. കണ്ട ഇത്രയും സ്പേസ് ഉണ്ട്, ഇത്രയും പില്ലടിച്ച് കയറിയിട്ടാണ് അതിൻ്റെ പൊക്കത്താണ് വാർത്തിട്ടാണ് വെച്ചിരിക്കുന്നത്. ഉണ്ടാ താഴെ ഇത്രയും സ്പേസ് ഫ്രീ. ആ ഒരു കാണുന്ന അറ്റം വരെയൊക്കെ വെള്ളം വരത്തുള്ളൂ, ഇങ്ങനെ ബാക്കി സ്പേസൊക്കെ ഫ്രീ ആയിട്ടിരിക്കും. ബാക്കി പാടായതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഓക്കെ, കുഞ്ഞൊരു ഹോം ടൂർ ആയിരുന്നു. ഇനി ഞാൻ പോയി ഫുഡ് കഴിക്കട്ടെ, വിശക്കണം. കുറേ നേരത്തെ ഫുഡ് കഴിച്ചു. നോൺ വെജ് ഫുഡായിരുന്നു, അതായത് മീൻകറി, മോര്, ബീഫ് മറ്റേ സൈഡിൽ നിന്ന് മറ്റേ ബീഫായിരുന്നു. ബീഫ് അതൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കൂട്ടി കഴിച്ച്. വെജ് അല്ലാണ്ട് നോൺ വെജ് സദ്യയായിരുന്നു, അതും കഴിച്ച് തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. ബാക്ക് സൈഡിൽ നിന്നുള്ള വ്യൂ ആണ് മറ്റേ ആൽക്കഹോളിക് വിതരണം. ഈ വീടിൻ്റെയൊക്കെ ഒരേ ഒരു അവകാശികളാണ്. നിന്റെ റൂം ഏതാരി? നിനക്ക് ഇവിടെ വീടില്ലേ? അയ്യോ എടാ, അവക്ക് വീടില്ലെന്ന്, ഇവിടെ റൂം വരില്ലെന്ന്. എടാ പുറകെ കണ്ട, പുറകെ നല്ല കിടിലൻ ആൽക്കഹോളിക് വിതരണം. ആ ഞാൻ കണ്ടു. ഇല്ലടാ പുറകെ നല്ല കിടിലൻ വ്യൂടാ. പക്ഷേ എടാ അവിടെ അത് ഇത്രയും കാണാൻ പറ്റില്ല, ഞാൻ ഇവിടുന്ന് കാണിച്ചാൽ. ആ കണ്ടാ ഇത്. ഹായ്, നീ ഇതിനെ പണി വന്നു? ആ വീടും കൂടി ഇല്ലാത്തവളുണ്ടോ അവിടെ? ഇത് വീടിന്റെ മെയിൻ ഗൃഹനാഥ നീ അല്ലേ? അവർക്ക് പക്ഷെ റൂം പോലും ഇല്ല ഇതിനകത്ത്. ഇത് രണ്ടാമത്തെ ഗൃഹനാഥ, അത് മൂന്നാമത്തെ ഗൃഹനാഥ. മുഖം കാണിക്കുന്നത് അത് രണ്ട് ഗൃഹനാഥന്മാര്. അവിടെ ഇവക്ക് എന്താ റൂമില്ലാത്ത? എന്ത് മഹാഭാവുണ്ട്, എന്ത് മഹാഭാവം. അത് നിനക്ക് ഇല്ലെന്നല്ലേ നീ പറഞ്ഞത്? പ്രണവനും പ്രവീണും റൂമാണ്, പ്രവീണൊക്കെ റൂമില്ല. നീ ഹാളിലാണ് കിടക്കണ പാവം കൊച്ചി. എടാ അവക്ക് എന്താ റൂമില്ലാത്ത? എടാ നീ ഇപ്പഴൊന്നും കെട്ടിപ്പോരേ പ്രവീണ, ഇത് പറഞ്ഞ സ്ഥിതിക്ക് നീ ഇപ്പഴൊന്നും കെട്ടിപ്പോരുത്. ഓ കണ്ടാടി നിന്നെ ഒഴിവാക്കണണ്ടാടി. നീ കെട്ടരുത് ഇപ്പഴും കെട്ട. 5 വർഷം കഴിഞ്ഞിട്ട് കേട്ടാവള്, 5 വർഷം കഴിഞ്ഞിട്ട് കേട്ടാവള്. നീ പിരിഞ്ഞു കളഞ്ഞ്
അത് ട്രാവൽ ആൻഡ് ടൂറിസം. കൊച്ചി ഇഷ്ടമല്ലെന്ന് പറഞ്ഞടാ. ആ പച്ചക്ക് അവർക്ക് കൊച്ചി ഇഷ്ടമല്ലെന്ന്. നീ കൊച്ചി തന്നെ വരും നോക്കിക്കോ. നീ കൊച്ചി തന്നെ വരും നോക്കിക്കോ. എടാ അവള് പറഞ്ഞു അവൾക്ക് കൊച്ചി ഇഷ്ടമല്ലെന്ന്. അവൾ അവിടെ തന്നെ വരും. അവിടെ തന്നെ വരും. നീ ഉറപ്പാണ്. ഇവളെ കൊച്ചിയിൽ എവിടെയും വെച്ചിട്ട് അപ്പൻ നോട്ട് ചെയ്തോണം. ആ മുഖം കണ്ടല്ല, കൊച്ചിയിൽ എവിടെയും വെച്ച് കണ്ടാൽ അപ്പൻ നോട്ട് ചെയ്തോണം. എന്റെ കൺവെട്ടത്തിൽ നിന്ന് പോകത്തില്ല, അത് വേറെ കാര്യം. പോട്ടെ പോട്ടെ. അതെന്തൊരു പുറകെ മുള്ളം മഞ്ഞ്. ബാങ്കിലെ ഉദ്ദേശം ലോണൊക്കെ പറഞ്ഞ് ചെല്ലുമ്പോഴത്തേക്ക് അവിടെ ഞാൻ കണ്ടിരുന്നെങ്കിൽ കണ്ടല്ലോ പോലെ. അത് പറഞ്ഞേ. അപ്പൊ ഞാൻ പോണ്ടാ. ഈ എന്നെ കൊണ്ട് ഇല്ലാത്ത പണിയെടുപ്പിച്ച മനുഷ്യനാണിത്. ഗൈസ് അങ്ങനെ അവരായിട്ട് ഫോട്ടോ എടുക്കുമെന്ന് പറഞ്ഞാൽ ആ ഫോട്ടോ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ആണ് ഫുള്ള് വൈബായത്. എല്ലാവരും പോയി കഴിഞ്ഞാൽ ആ ഒരു തിരക്കൊക്കെ അവസാനിച്ചപ്പോൾ ഫുള്ള് വൈബായത്. സോ ഇപ്പോൾ ഞാൻ ഇവിടുത്തെ പരിപാടിയിലും കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നു. പാല് കാച്ചിലും പോയിട്ട് അവിടെ പാല് കാച്ചിലും ചോദിക്കുന്നത് ഞാൻ ചടങ്ങ് കഴിഞ്ഞപ്പോൾ ഞാൻ വന്നത്. ഓക്കെ, അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇത് എന്തോരം വലിയ വ്ളോഗാന്ന് ഇരിക്കുന്നത്. ഞാൻ നോക്കിയപ്പോൾ 6 മിനിറ്റുള്ള ക്ലിപ്പൊക്കെ കിടപ്പുണ്ട്. കൊള്ളാം. വേറെ വെറൈറ്റി രീതിക്ക് എടുത്താണ്. ഫുള്ള് വഴികളും കാര്യങ്ങളൊക്കെയാണ്. അത് എന്താ പറയുക, ഞാൻ നോക്കിയിട്ട് അതിൻ്റെ രീതിക്ക് ഇടാം. നിങ്ങൾ കാണുമ്പോഴത്തേക്ക് നിങ്ങൾ പറയാം അങ്ങനെയുള്ള സാധനം ഇഷ്ടമാണെങ്കിൽ പറ. അങ്ങനെയാണെങ്കിൽ ഞാൻ അങ്ങനെ ഒരു വ്ളോഗും കൂടെ ഇറക്കാം. ഒരു ബൈക്ക് റൈഡ് വല്ലതും പിടിക്കാം, അങ്ങനെയെല്ലാം സെറ്റ് ചെയ്യാം. എന്തായാലും അത്രയൊക്കെയാണ് നമ്മുടെ കുഞ്ഞൊരു വീഡിയോ. കുഞ്ഞു വീഡിയോ ആണ്, വലിയ വീഡിയോ നിൽക്കുന്നില്ല. ഓക്കെ, പാല് കാച്ചിടുന്നത്. അപ്പം അളിയൻ പിന്നെ ഇവിടെ നിൽക്കത്തില്ല. അവൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ അവൻ ആരൂര് മറ്റേ അശോക് ലൈനിൻ്റെ അവിടെ വർക്ക് ചെയ്യുന്ന, പെങ്ങൾ അവിടെ വീടിൻ്റെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവർ രണ്ടുപേരും അങ്ങോട്ട് വരും. അളിയൻ്റെ അനിയനും അവനും അടുത്ത മാസം പോവും. അളിയൻ്റെ വൈഫും അളിയൻ്റെ വൈഫും പോവും, അവരും പോവും. പിന്നെ ഇവിടെ അച്ഛനും അമ്മയും മാത്രമേ കാണത്തുള്ളൂ. സോ അതൊക്കെ പരിപാടി. അപ്പം ഞാൻ എൻ്റെ വീട്ടിൻ്റെ കൂടെ ഇന്ന് വൈകുന്നേരം എന്തെങ്കിലുമൊക്കെ പരിപാടിയൊക്കെ സെറ്റ് ചെയ്യണം. അതായത് ഇന്ന് ഞാൻ വീഡിയോ എടുക്കുന്നത് 30-ാം തീയതി, നാളെ 1-ാം തീയതിയാണ്. ഈ വീഡിയോ ഇറങ്ങുമ്പോഴത്തേക്കും ഒന്നെങ്കിൽ ഞാൻ എയറിലായിരിക്കും, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ഇരിക്കും. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും സന്ധിക്കും വരയ്ക്കും. വണക്കം.